Hi everyone, Illimunination continuation ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് പാർട്ട് 5. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാമ്പുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം. അതിനകത്ത് ആദ്യമായിട്ട് വരുന്നത് കാർബൺ ആർക്ക് ലാമ്പാണ്. കാർബൺ ആർക്ക് ലാമ്പിൻ്റെ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ 2 കാർബൺ ഇലക്ട്രോഡ്സ് പ്ലേസ്ഡ് ഇൻ കോണ്ടാക്ട് എൻഡ് ടു എൻഡ്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് 2 കാർബൺ ഇലക്ട്രോഡുകൾ, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. 2 കാർബൺ ഇലക്ട്രോഡുകളെ എൻഡ് ടു എൻഡ് ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയാണിത്. ഡയറക്റ്റ് കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അപ്പോൾ എൻഡ് ടു എൻഡ് ആയിട്ട് രണ്ടിനെയും കണക്ട് ചെയ്ത രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ഡയറക്റ്റ് കറണ്ട് DC കറണ്ടിനെ ഫ്ലോ ചെയ്യിച്ചു. ഓൺ സെപ്പറേറ്റിംഗ് ബൈ അബൌട്ട് 0.6 സെൻറ്റിമീറ്റർ അപ്പാർട്ട്. ഏകദേശം ഒരു 0.6 സെൻറ്റിമീറ്ററോളം അതിനൊരു സെപ്പറേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഗീവ്സ് ഔട്ട് എ ലൂമിനസ് ആർക്ക്. കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു കോണ്ടാക്റ്റിൽ നമ്മൾ 0.6 സെൻറ്റിമീറ്ററിനെ എടുത്ത് കണ്ട് സെപ്പറേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ലൂമിനസ് ആർക്ക്, ലൈറ്റ് എമിറ്റ് ചെയ്തുകൊണ്ടുള്ള ലൂമിനസ് ആർക്കാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ ആർക്ക് ഗീവ്സ് പാത്ത് ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. ഈ ആർക്കാണ് പിന്നെ എന്ത് ചെയ്യുക, ഇപ്പോൾ അവിടെ കോണ്ടാക്റ്റ് വിട്ടു, ശരിക്കും ഓപ്പൺ സർക്യൂട്ടായി, അവിടെ കറണ്ടിൻ്റെ ഫ്ലോ ആണ് അവിടെ ശരിക്കും നമ്മൾ തടസ്സപ്പെടുത്തിയത്. പക്ഷെ എന്നാൽ പോലും ആ ആർക്ക് ഉണ്ടാവുന്നത് കൊണ്ട് കറണ്ടിൻ്റെ ഫ്ലോ കണ്ടിന്യൂ ചെയ്യും. കറണ്ട് പിന്നെ ഫ്ലോ നടക്കുന്നത് ഇതിലൂടെ ആയിരിക്കും, ആർക്കിലൂടെയാണ് പിന്നെ കറണ്ടിൻ്റെ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുന്നത്. ആർക്ക് കറണ്ടിനൊരു പാത്തായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് സെപ്പറേറ്റഡ് എൻഡ്സ് ഓഫ് ദ കാർബൺ എമിറ്റ് ലൈറ്റ് റേറ്റ്സ്. ഈ നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്ത കാർബണിൻ്റെ എൻഡുകൾ ലൈറ്റ് റേസ് എമിറ്റ് ചെയ്യും. ദ മേജർ പോർഷൻ ഓഫ് ദ ലൈറ്റ് ഈസ് ഡ്യൂ ടു ദ ഇലക്ട്രോഡ്സ് ആൻഡ് ഓൺലി 5% ഈസ് ഗിവൺ ഔട്ട് ബൈ ദി ആർക്ക്. അവിടെ ലൂമിനസ് ആർക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ഒരു മേജർ പോർഷനും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രോഡുകളിൽ നിന്നാണ്. ആകെ ഒരു 5% മാത്രമേ ആർക്കിൽ നിന്നുള്ള ലൈറ്റ് ഉണ്ടാവുന്നുള്ളൂ. ഏകദേശം അതിൽ തന്നെ 85% ലൈറ്റ് ഇലക്ട്രോഡുകളിൽ നിന്നുണ്ടാവുന്നതിൽ നിന്നും ഏകദേശം 85% ലൈറ്റ് വരുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്നാണ്. 10% വരുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും. ബാക്കി 5% മാത്രമാണ് ഏതിൽ നിന്ന് വരുന്നത്, ആർക്കിൽ നിന്ന് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പോസിറ്റീവ് ഇലക്ട്രോഡിന് കൂടുതൽ ലൈറ്റും നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് കുറച്ച് ലൈറ്റും എമിറ്റ് ചെയ്യുന്നത്? അതിൻ്റെ റീസൺ നോക്കാം. വർക്കിംഗ് പറയുകയാണെങ്കിൽ വെൻ ദ carbon electrodes are separated, the electrons flow from negative electrode to positive electrode through the air. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എവിടുന്ന്, ഇലക്ട്രോൺസ് എന്ന് പറയുമ്പം നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോൺസിന്. അപ്പോൾ അത് നെഗറ്റീവ് ഇലക്ട്രോഡിലായിരിക്കും കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാവുക. അപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് കാർബണിൻ്റെ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യും. ഈ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത് ഏതിലൂടെയാണ്, എയറിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. വെൻ പാസിങ് ത്രൂ ദി എയർ, അതായത് നമ്മുടെ കോണ്ടാക്ട്സിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ സെപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോണ്ടാക്ട്സിൻ്റെ ഇടയ്ക്ക് എന്താ ഉള്ളത്, ശരിക്കും എയറാണ് അവിടെ ഒരു മീഡിയം ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ഇലക്ട്രോഡിൽ നിന്നും നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും മറ്റേ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത് ഈ എയറിലൂടെയാണ്. അങ്ങനെ എയറിലൂടെ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ന്യൂട്രൽ എയർ ആറ്റം, ചാർജ് ഒന്നുമില്ലാത്ത എയറിൻ്റെ ന്യൂട്രൽ ആറ്റവുമായിട്ട് കൊളൈഡ് ചെയ്യും. അങ്ങനെ ന്യൂട്രൽ ആറ്റവുമായിട്ട് കൊളൈഡ് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന സമയത്തേക്ക് എന്ത് സംഭവിക്കും, എയറിനെ അയോണൈസ് ചെയ്യും. അതായത് ഒരു എനർജിയാണ് എയറിൽ ന്യൂട്രൽ ഇലക്ട്രോൺസ് ന്യൂട്രൽ ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്തേക്ക് ആ ആറ്റം സ്പ്ലിറ്റ് ചെയ്തിട്ട് പോസിറ്റീവും നെഗറ്റീവും എയറിൻ്റെ അയോൺസ് ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. ഇനി പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കില്ല. അവരെന്ത് ചെയ്യും, വീണ്ടും അടുത്ത സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് അയോൺസ് നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തോട്ടും നെഗറ്റീവ് അയോൺസ് പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തോട്ടും മൂവ് ചെയ്യാൻ നോക്കും. കാരണം അവരിത് പിന്നെ റിയാക്ട് ചെയ്ത് അവർക്ക് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും, പോസിറ്റീവ് അയോൺസ് എന്ത് ചെയ്യും, എവിടെയാണ് ഉള്ളത്, നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ അടുത്തോട്ടേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കും. നെഗറ്റീവ് അയോൺസ് ആണെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇവിടെ when the positive ions move towards the negative electrode, it colliding with the carbon and there they produce a good amount of heat which raises the temperature of the negative electrode to nearly 2500 degrees Celsius. ഇനി ഈ പോസിറ്റീവ് അയോൺസ് നെഗറ്റീവ് ഇലക്ട്രോഡ് ഇവിടെ ആരാണ്, കാർബൺ ആണ്.
കാർബണിൻ്റെ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്തിട്ട് നെഗറ്റീവ് ഇലക്ട്രോഡിൽ പോയിട്ട് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാർബണിന് എന്ത് സംഭവിക്കും? കാർബണിൻ്റെ നെഗറ്റീവ് ഇലക്ട്രോഡിൽ ഗുഡ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നല്ലൊരു എമൗണ്ട് ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. കാർബണിൻ്റെ ടിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോഡിൽ നല്ല എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കാർബൺ ഇലക്ട്രോഡിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്തിട്ട് ഏകദേശം 2500 ഡിഗ്രി സെൽഷ്യസ് വരെ അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അതുപോലെ തന്നെ നെഗറ്റീവ് അയോണുകൾ ആറ്റം, അതായത് എയറിൻ്റെ നെഗറ്റീവ് അയോണുകൾ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ നേരേക്ക് മൂവ് ചെയ്ത് പോസിറ്റീവ് ഇലക്ട്രോഡിൽ പോയി ഇതുപോലെ കൊളൈഡ് ചെയ്തിട്ട് പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെയും ടെമ്പറേച്ചർ റൈസ് ചെയ്യും. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെയും ടെമ്പറേച്ചർ റൈസ് ചെയ്യും. പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ ടെമ്പറേച്ചർ ഈ കേസിൽ 3500 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4000 ഡിഗ്രി സെൽഷ്യസ് വരെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ഇലക്ട്രോഡിലാണെങ്കിൽ 2500 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഇത്രയും ടെമ്പറേച്ചർ വരാൻ കാരണം? ഇനി ദ ഹീറ്റ് ഡെവലപ്ഡ് അറ്റ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ഇസ് ഗ്രേറ്റർ ബിക്കോസ് ദ നെഗറ്റീവ് അയോൺസ് ഹാസ് ലെസ് വെയ്റ്റ് ദാൻ പോസിറ്റീവ് അയോൺസ് ആൻഡ് സോ ദേ മൂവ് വിത്ത് ഹയർ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. നെഗറ്റീവ് അയോൺസിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് അയോൺസിനേക്കാളും വെയ്റ്റ് കുറവാണ്. വെയ്റ്റ് പോസിറ്റീവ് അയോൺസിനേക്കാളും ഒരുപാട് കുറവാണ് ആർക്ക്? നെഗറ്റീവ് അയോൺസിന്. അപ്പം നെഗറ്റീവ് അയോൺസിന് വെയ്റ്റ് കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ മൂവ്മെൻറ്റിന് എന്തായിരിക്കും? വെലോസിറ്റി കൂടുതലായിരിക്കും. മൂവ്മെൻറ്റിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും നെഗറ്റീവ് അയോൺസിന്. അപ്പം നെഗറ്റീവ് അയോൺസ് ഹയർ വെലോസിറ്റിയിലാണ്, അതായത് കൊളീഷന് ശേഷം, അതായത് എയറുമായിട്ട് കൊളൈഡ് ചെയ്ത് പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസുമായിട്ട് മാറിയതിൻ്റെ ശേഷം നെഗറ്റീവ് അയോൺസിന് കമ്പാരിറ്റീവ്ലി പോസിറ്റീവ് അയോൺസിനേക്കാളും വെലോസിറ്റി കൂടുതലായത് കാരണം അത് സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി കൂടുതലായിരിക്കും. എവിടെ പോയിട്ട്? പോസിറ്റീവ് ഇലക്ട്രോഡിലാണ് നെഗറ്റീവ് അയോൺസ് പോയിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് അയോൺസിൻ്റെ കൂടിയ വെലോസിറ്റിയിൽ പോയിട്ട് പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ മേലെ സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും? നോർമലി ഇതിൻ്റെ വെലോസിറ്റിയും കൂടുതലാണ്, പിന്നെ ഹയർ ടെമ്പറേച്ചറിലുമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ കൺസംഷൻ കൂടുതലായിരിക്കും. കൂടുതൽ പോസിറ്റീവ് ഇലക്ട്രോഡുകൾ കൂടുതൽ എമൗണ്ടിൽ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. ഇറ്റ്സ് നിയർലി ഡബിൾ ദാൻ ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. നെഗറ്റീവ് ഇലക്ട്രോഡിനേക്കാളും 2 ഇരട്ടി കൺസംഷൻ കൂടുതലായിരിക്കും ആർക്ക്? പോസിറ്റീവ് ഇലക്ട്രോഡിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഇലക്ട്രോഡുകൾ പെട്ടെന്ന് ഇല്ലാണ്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പോസിറ്റീവ് ഇലക്ട്രോഡുകൾ സൈസ് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഇലക്ട്രോഡുകൾ DC സപ്ലൈ കൊടുക്കുന്ന കേസിൽ എപ്പോഴും പോസിറ്റീവ് ഇലക്ട്രോഡുകൾ നെഗറ്റീവ് ഇലക്ട്രോഡുകളെക്കാളും ട്വൈസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ആയിട്ടാണ് സാധാരണ നിർമ്മിക്കാറുള്ളത്. നെഗറ്റീവ് ഇലക്ട്രോഡിനേക്കാളും ക്രോസ് സെക്ഷണൽ ഏരിയ ഏകദേശം ഡബിൾ ആയിട്ടാണ് പോസിറ്റീവ് ഇലക്ട്രോഡുകൾക്ക് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ AC കേസിലാണ് നമ്മൾ ഈ ആർക്ക് ലാമ്പ് ഉപയോഗിക്കുന്നത് അക്രോസ് AC ആണ് എന്നുണ്ടെങ്കിൽ 2 ഇലക്ട്രോഡിൻ്റെയും കൺസംഷൻ ഏകദേശം ഒരുപോലെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താവശ്യം ഉണ്ടാവില്ല? ക്രോസ് സെക്ഷണൽ ഏരിയ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് ബേൺ ഔട്ടായി പോകുന്നത്. 2 ഇലക്ട്രോഡുകളും ബേണായി പോകുന്നത് ഒരേ റേറ്റിലായതുകൊണ്ട് തന്നെ രണ്ടിനും ഒരേ ക്രോസ് സെക്ഷണൽ ഏരിയ പ്രൊവൈഡ് ചെയ്താൽ മതിയാവും. എഫിഷ്യൻസി ഓഫ് ദ ആർക്ക് ലാമ്പ് ഈസ് ഹയർ ദാൻ ദ ഇൻകാൻഡസെൻറ്റ് ലാമ്പ്. ഇൻകാൻഡസെൻറ്റ് ലാമ്പിനേക്കാളും എഫിഷ്യൻസി കൂടുതലാണ് ആർക്ക് ലാമ്പിന്. ഏകദേശം ഒരു 0.5 to 0.3 വാട്ട് വരെ പെർ കാൻഡിൽ പവറിന് ഒരു കാൻഡിൽ പവറിന് തന്നെ 0.5 to 0.3 വാട്ടേജ് വരെ എഫിഷ്യൻസി ആർക്ക് ലാമ്പിന് വരുന്നുണ്ട്. അതായത് ഒരു 20 ലൂമൻസ് പെർ വാട്ട്. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ പറയുകയാണെങ്കിൽ, ആസ് ദ റേറ്റ് ഓഫ് ദ കൺസംഷൻ ഈസ് ഹൈ ഡ്യൂ ടു ദ ഹൈ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു മെയിൻറ്റെയിൻ ദി ആർക്ക് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ്സ് ടു ഒബ്റ്റെയിൻ കോൺസ്റ്റൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് ലൈറ്റ്. ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈറ്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ എയർ ഗ്യാപ്പ് കുറച്ച് സമയത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. എയർ ഗ്യാപ്പ് കൊഞ്ച് ചെയ്ത് പോകാൻ പാടില്ല. എയർ ഗ്യാപ്പിനെ കുറച്ച് സമയത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. ഫോർ ദിസ് പർപ്പസ് ആൻ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ അറേഞ്ച്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ആർക്ക് ലാമ്പ്. നേരത്തെ പറഞ്ഞു ആർക്ക് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന 2 ഇലക്ട്രോഡുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. 0.6 സെൻറ്റിമീറ്റർ വരെയും കണ്ട് സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ആർക്ക് ലാമ്പുകൾക്ക് ആ ഒരു സെപ്പറേഷൻ, ഒരു എയർ ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ അറേഞ്ച്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുന്നത്.
വെൻ ദ കാർബൺ ബിക്കം ഷോർട്ട് ഇൻ ലെങ്ത്, ഇനി കാർബൺ കുറഞ്ഞ് നമ്മൾ ബേൺ ഔട്ടായി പോയി കാർബണിൻ്റെ ലെങ്ത് ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കാർബൺ റീപ്ലേസ് ചെയ്ത് കളയണം. And as this lamp needs frequent adjustments and replacements of the carbon rod, it is not used in the general purpose. അപ്പോൾ ഇതുപോലെ റീപ്ലേസ്മെൻറ്റും അഡ്ജസ്റ്റ്മെൻറ്റും ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നോർമൽ ജനറൽ പർപ്പസ് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ കാർബൺ ആർക്ക് ലാമ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. ദേ ആർ യൂസ്ഡ് ഓൺലി ഇൻ ദ സിനിമാസ്, പ്രൊജക്ടേഴ്സ് ആൻഡ് സെർച്ച് ലൈറ്റ്സ്. അപ്പോൾ കാർബൺ ആർക്ക് ലാമ്പുകൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് സെർച്ച് ലൈറ്റുകളിൽ അതുപോലെ പ്രൊജക്ടേഴ്സിലൊക്കെയാണ് അത് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഓഫ് ദീസ് ലാംപ്സ് വേരിയസ് ബിറ്റ്വീൻ 40 to 60 വോൾട്ട്. ഒരു 40 മുതൽ 60 വോൾട്ട് വരെയുള്ള റേഞ്ചിലാണ് സാധാരണ ഈ ഒരു കാർബൺ ആർക്ക് ലാമ്പുകളെ ഉപയോഗിക്കാറുള്ളത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യിക്കാറുള്ളത്. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പാണ്. ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയുമ്പോൾ പേരിൽ പറയുന്നത് പോലെ തന്നെ അവരുടെ ഗ്യാസ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഗ്യാസ് മീഡിയത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇനേർട്ട് ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻ എ ഗ്ലാസ് ട്യൂബ് ഹാവിങ് 2 ഇലക്ട്രോഡ്സ് സീൽഡ് ഇൻ ടു ഈച്ച് എൻഡ്. രണ്ട് എൻഡിലും ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, ആ ഗ്ലാസ് ട്യൂബിൻ്റെ രണ്ട് എൻഡിലും 2 ഇലക്ട്രോഡുകൾ സീൽ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഓരോ എൻഡിലും ഓരോ ഇലക്ട്രോഡുകൾ വീതം സീൽ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഗ്ലാസ് ട്യൂബിൻ്റെ അകത്ത് എന്ത് ചെയ്തു? ഇനേർട്ട് ഗ്യാസ് ഉപയോഗിച്ച് ഫിൽ ചെയ്തിട്ടുണ്ട്. വിച്ച് ഓൺ ഹീറ്റിംഗ് അലൗസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ ഇറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ 2 ഇലക്ട്രോഡിൻ്റെ ഇടയ്ക്ക് ഇലക്ട്രോൺസ് മൂവ്മെൻറ്റ് നടക്കും. ആൻഡ് ടു ഒബ്റ്റെയിൻ എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഗ്യാസ് ഈസ് ഫസ്റ്റ് ചാർജ്ഡ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫ്ലോ നടക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണത്? ആദ്യമേ ഗ്യാസ് ചാർജ് ചെയ്ത് വെക്കും. ബട്ട് ആസ് ദ സപ്ലൈ ഈസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദി ബൾബ്. ഈ സപ്ലൈ നമ്മൾ ബൾബിൽ നിന്നും കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗ്യാസ് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഇലക്ട്രിക് ഡിസ്ചാർജ് ലാമ്പുകൾ മെയിനായിട്ടും 2 ടൈപ്പാണുള്ളത്. ഒന്ന് കോൾഡ് കാത്തോഡ് ലാമ്പും ഉണ്ട്, ഹോട്ട് കാത്തോഡ് ലാമ്പും ഉണ്ട്. പക്ഷെ രണ്ടായാലും ഫംഗ്ഷനൊക്കെ ഒരേപോലെയാണ് വരുന്നത്. ദ ഫംഗ്ഷൻ ഓഫ് ബോത്ത് ദ ലാംപ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫാക്ട് ദാറ്റ് വെൻ എ കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദ ഗ്യാസ് ഇറ്റ് എമിറ്റ്സ് ദ ലൈറ്റ് റേസ്. രണ്ടായാലും ഫംഗ്ഷൻ എന്താ വരുന്നത്? ഒരു കറണ്ട് നമ്മൾ അതിനെ അക്രോസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലൈറ്റ് എമിറ്റ് ചെയ്യും. The function of both the lamps depends upon the fact that when a current is passed through the ഗ്യാസിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ it emits the light rays. When a voltage is applied across the 2 ends of the filament contained in a gas-filled glass tube. ഗ്യാസ് ഫില്ല് ചെയ്ത് ഗ്ലാസ് ട്യൂബിന് വരുന്ന നമ്മളെ ഫിലമെൻറ്റിന് എക്രോസ് ആയിട്ട് ഫിലമെൻറ്റിൻ്റെ 2 എൻഡിന് എക്രോസ് ആയിട്ട് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ദി ഇലക്ട്രോൺ സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ഫ്രം ദി ഇലക്ട്രോഡ് ടു ദ അതർ, ഇലക്ട്രോഡ് ഫ്രം വൺ ഇലക്ട്രോഡ് ടു ദി അതർ. നമ്മൾ ആ ഫിലമെൻറ്റിന് അക്രോസ് ഒരു വോൾട്ടേജ് അപ്ലൈ എടുത്ത് കഴിഞ്ഞാലാണ് അവിടെ എന്ത് സംഭവിക്കുക? കറണ്ടിൻ്റെ ഫ്ലോ നടക്കുക. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്തേക്ക് എന്ത് സംഭവിക്കും? ഒരു ഇലക്ട്രോഡിൽ നിന്ന് മറ്റേ ഇലക്ട്രോഡിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓൺ ദ വേ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് നേരത്തെ നമ്മൾ കാർബൺ ആർക്ക് ലാമ്പിൽ പറഞ്ഞതുപോലെ തന്നെ ദേ സ്ട്രൈക്ക് വിത്ത് ദ ന്യൂട്രൽ ഗ്യാസ് ആറ്റംസ്. ഇവിടെ ഗ്യാസ് ഉണ്ട്, കാർബണിലാണെങ്കിൽ എയർ ആണ്, ന്യൂട്രൽ എയർ ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ ന്യൂട്രൽ ആയിട്ടുള്ള ഗ്യാസ് ആറ്റംസുമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് കൊളൈഡ് ചെയ്യും. അങ്ങനെ കൊളൈഡ് ചെയ്യുന്ന സമയത്തേക്ക് എന്ത് സംഭവിക്കും? അതിൽ നിന്നും ഇലക്ട്രോൺസിനെ സെപ്പറേറ്റ് ചെയ്യും. ഈ ഇലക്ട്രോൺസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അത് റിട്ടേൺ ആയിട്ട് എന്ത് സംഭവിക്കും? അവിടെ ലൈറ്റ് റേസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് അങ്ങനെയാണ് ആ ഗ്യാസിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്തേക്ക് ഗ്യാസ് ലൈറ്റ് റേസ് എമിറ്റ് ചെയ്യുന്നത്. കോൾഡ് കാത്തോഡ് ലാമ്പുകളാണെങ്കിൽ എന്താണ് പ്രത്യേകത? കോൾഡ് എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് കോൾഡാണ്, അത് കോൾഡാണ്. അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഹീറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അവിടെ ഒരു ഫിലമെൻറ്റ് ഉപയോഗിച്ച് അതിനെ ഹീറ്റ് ചെയ്യുന്നില്ല. ഒരു ഫിലമെൻറ്റിലേക്ക് നമ്മൾ കറണ്ട് കടത്തിവിട്ട് ഫിലമെൻറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഹോട്ട് ആവുന്നത്. ഇവിടെ ഒരു ഫിലമെൻറ്റ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതിന് എന്തെന്ന് പറയും നമ്മൾ? കോൾഡ് കാത്തോഡ് ലാമ്പ്. അപ്പം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താ സംഭവം? നമ്മൾ ഒരു ഫിലമെൻറ്റിനെ ഹീറ്റ് ചെയ്തു. ആ ഫിലമെൻറ്റിനെ ഹീറ്റ് ചെയ്യുന്നതോടുകൂടി ഇലക്ട്രോണിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമേ ഒരു ഫിലമെൻറ്റിനെ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഫിലമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോഡുകളെ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോഡുകളെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഫിലമെൻറ്റ് ഉപയോഗിക്കാത്തത് കൊണ്ട് അതിന് കോൾഡ് കാത്തോഡ് ലാമ്പ് എന്ന് പറയും. ഇനി കോൾഡ് കാത്തോഡ് ലാമ്പിൽ വരുന്ന എക്സാമ്പിൾ ഏതൊക്കെയാണ്? നിയോൺ ലാമ്പ്, നിയോൺ സൈൻ ട്യൂബുകൾ, അതുപോലെ സോഡിയം വേപ്പർ ലാമ്പുകൾ. നിയോൺ ലാമ്പ്, നിയോൺ സൈൻ ട്യൂബ്സ് ആൻഡ് സോഡിയം വേപ്പർ ലാമ്പ്. ഇനി ഹോട്ട് കാത്തോഡ് ലാമ്പ് ആണെങ്കിലോ? ഹോട്ട് കാത്തോഡ് ലാമ്പ് ആണെങ്കിൽ നമ്മൾ ആ കേസിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഒരു ഫിലമെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഹോട്ട് ആവുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോഡിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിലമെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഫിലമെൻറ്റ് ഹീറ്റ് ചെയ്യുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയും? ഫിലമെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ ഹീറ്റിംഗ് ദ മെയിൻ ഇലക്ട്രോഡിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്ക് നമ്മളൊരു ഫിലമെൻറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനെ ഹോട്ട് കാത്തോഡ് ലാമ്പ് എന്ന് പറയും.
ഹോട്ട് കാഥോഡ് ലാമ്പിൽ വരുന്ന എക്സാമ്പിൾ ഏതൊക്കെയാണ്? മെർക്കുറി വേപ്പർ ലാമ്പ്, മീഡിയം പ്രഷറിൽ ഉപയോഗിക്കുന്ന മെർക്കുറി വേപ്പർ ലാമ്പും ദെൻ ഫ്ലൂറസെൻറ്റ് ട്യൂബ്, ലോ പ്രഷറിൽ ഉപയോഗിക്കുന്ന ലോ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ് എന്ന് പറയും. അതിന് ഫ്ലൂറസെൻറ്റ് ട്യൂബിനെ ലോ പ്രഷർ മെർക്കുറി വേപ്പർ ലാമ്പ് എന്ന് കൂടി പറയും. ഇനി അതിനകത്ത് ഫസ്റ്റ് വരുന്നത് കോൾഡ് കാഥോഡ് ലാമ്പിനകത്ത് വരുന്നതാണ് ഏത്? നിയോൺ ലാമ്പ് എന്ന് പറയുന്നത്. നിയോൺ ലാമ്പിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? ഒരു ഫിഗറിൽ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ട്യൂബ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബൾബ് വന്നിട്ടുണ്ട്, അതിനകത്ത് 2 ഫിലമെൻറ്റുകൾ കൊടുത്തതായിട്ട് കാണാം. അതായത് 2 ഫ്ലാറ്റ് ഓർ സ്പൈറൽ ഇലക്ട്രോഡുകൾ, 2 ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്പൈറൽ ഇലക്ട്രോഡുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആർ കെപ്റ്റ് ക്ലോസ് ടുഗെദർ ഇൻ എ ഗ്ലാസ് ട്യൂബ്. ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ അകത്ത് 2 ഫ്ലാറ്റ് ആയിട്ടുള്ളതോ സ്പൈറൽ ആയിട്ടുള്ളതോ ആയ ഇലക്ട്രോഡുകളെ ക്ലോസ് ആയിട്ട് വെക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് ആണ്. 150 വോൾട്ട് ഡി സിയിലോ അല്ലെങ്കിൽ 110 വോൾട്ട് എ സിയിലൊക്കെയാണ് ഈ നിയോൺ ലാമ്പുകൾ ഓപ്പറേറ്റ് ചെയ്യാറുള്ളത്. ഇറ്റ് എമിറ്റ്സ് ദ ലൈറ്റ് വിച്ച് ഈസ് റെഡിഷ് ഇൻ കളർ. സാധാരണഗതിയിൽ നിയോൺ ലാമ്പുകൾ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് റെഡിഷ് ഇൻ കളറാണ്. 2000 ഓം റെസിസ്റ്റൻസ് ആണ്. ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ഇലക്ട്രോഡ്. ഈ 2 ഇലക്ട്രോഡുകൾക്ക് സീരീസ് ആയിട്ട് 2000 ഓം റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ക്യാപ്പ് ഓഫ് ദ ലാമ്പ്. ഈ റെസിസ്റ്റൻസ് നമുക്ക് ഇപ്പോൾ നോക്കിയാൽ കാണുന്നില്ല, അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് അതവിടെ ഇരിക്കുന്നത്? ആ 2 ഇലക്ട്രോഡുകൾക്ക് സീരീസ് ആയിട്ട് ആ ക്യാപ്പിൻ്റെ അകത്തായിട്ടാണ് ഒരു 2000 ഓം വരുന്ന റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അതെന്തിനാണ് അങ്ങനെ കണക്ട് ചെയ്യണേ? ദിസ് മിനിമൈസസ് ദ ഫ്ലക്ച്വേഷൻ ഓഫ് കറണ്ട് ഡ്യൂ ടു ലാർജ് വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ലാർജ് വേരിയേഷൻസ് വരുന്ന സമയത്തേക്ക് ഫ്ലക്ച്വേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, കറണ്ടിൻ്റെ ഫ്ലക്ച്വേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഗീവ്സ് ഓൺലി എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ലൈറ്റ്. ഒരു ചെറിയ എമൗണ്ട് ലൈറ്റ് മാത്രമേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, നിയോൺ സൈൻ ലാമ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. എന്ന് പറയുന്ന പോലെ തന്നെ സൈനേജിന് വേണ്ടിയിട്ട്, സൈന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അധികമായിട്ട് നമ്മൾ നിയോൺ സൈൻ ലാമ്പുകൾ ഉപയോഗിക്കാറുള്ളത്. യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ലാമ്പ് ടു ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് സപ്ലൈ. ഇപ്പോൾ സപ്ലൈയുടെ പ്രസൻസ് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്ററിൻ്റെ അകത്തൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? നിയോൺ ലാമ്പുകളാണ്. നൈറ്റ് ലാമ്പുകളായിട്ടും ഉപയോഗിക്കാറുണ്ട്. ചെറിയ എമൗണ്ട് ബ്രൈറ്റ്നസ് മതി എന്നതുകൊണ്ട് തന്നെ അതിനെ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? നൈറ്റ് ലാമ്പുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. ദെൻ ടെസ്റ്റിംഗ് പെൻസിൽ ഓഫ് 0.5 ഓം, 0.5 വാട്ട്സ്, 0.5 വാട്ടേജിൻ്റെ ടെസ്റ്റിംഗ് പെൻസിലുകളിലും നമ്മൾ നിയോൺ സൈൻ ലാമ്പുകൾ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് നിയോൺ സൈൻ ട്യൂബുകളാണ്. ഇപ്പോൾ ഫിഗർ കാണിച്ചിട്ടുണ്ട്, 2 ഇലക്ട്രോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്തേക്ക് ലെഡിൻ്റെ വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഗ്ലാസ് ട്യൂബ് ഉണ്ട്, ഗ്ലാസ് ട്യൂബിൻ്റെ അകത്തേക്ക് ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ദി അഡ്വർടൈസിങ് പർപ്പസസ്. നിയോൺ സൈൻ ട്യൂബുകൾ ഉപയോഗിക്കാറുള്ളത് അഡ്വർടൈസിങ് പർപ്പസസിന് വേണ്ടിയിട്ടാണ് അധികം ഉപയോഗിക്കാറുള്ളത്. മെയ്ഡ് ഓഫ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. The length of the tube varies from the 1 meter to 5 meter. 1 meter മുതൽ 5 meter വരെ ട്യൂബിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യാറുണ്ട്. ആൻഡ് ദി ഡയമീറ്റർ വേരീസ് ഫ്രം ദ 10 mm to 20 mm. 10 mm മുതൽ 20 mm വരെ അതിൻ്റെ ഡയമീറ്ററും വേരി ചെയ്യാറുണ്ട്. The tubes are joined with electrodes which are operated at the high voltage. ഹൈ വോൾട്ടേജിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചിട്ടാണ് ട്യൂബിന് എന്ത് ചെയ്തിട്ടുള്ളത്? 2 ഇലക്ട്രോഡുകൾ ട്യൂബിൻ്റെ അറ്റത്തായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വിച്ച് ആർ ഓപ്പറേറ്റിംഗ് അറ്റ് ഹൈ വോൾട്ടേജ്. ഹൈ വോൾട്ടേജിലാണ് ഈ ഇലക്ട്രോഡുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദ ഇലക്ട്രോഡ്സ് ആർ കണക്റ്റഡ് വിത്ത് നിക്കൽ വയേഴ്സ് ഫോർ മോർ ലെങ്ത് ഓർ ടു ഡിഫറെൻറ്റ് ലെറ്റേഴ്സ്. അപ്പോൾ കൂടുതൽ ലെങ്ത്തും അതുപോലെ കൂടുതൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സൊക്കെ ഇത് കൊണ്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? ആ ഇലക്ട്രോഡുകളെ നിക്കൽ വയറുകൾ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. നിക്കൽ വയറുകൾ ഉപയോഗിച്ചിട്ട് ഓരോന്നായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് അതിൻ്റെ ലെങ്ത്ത് കൂട്ടുക, അതുപോലെ ഇപ്പോൾ ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് റൈറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ദർ ആർ ഓഫ് 2 types ഓഫ് ഇലക്ട്രോഡ്. 2 ടൈപ്പ് ഇലക്ട്രോഡുകളാണ് സാധാരണ നിയോൺ സൈൻ ട്യൂബിനകത്ത് ഉപയോഗിക്കാറുള്ളത്. പൈറക്സ് ഇലക്ട്രോഡും അതുപോലെ ക്യാപ്ഡ് ഇലക്ട്രോഡും. ഫിഗറിനകത്ത് ഫസ്റ്റ് വൺ പൈറക്സ് ഇലക്ട്രോഡാണ്, രണ്ടാമത് കാണിച്ചിട്ടുള്ളതാണ് ക്യാപ്ഡ് ഇലക്ട്രോഡ്. ഷേപ്പ് ഓഫ് ദ ഇലക്ട്രോഡ് ഈസ് സിലിണ്ട്രിക്കൽ. ഇലക്ട്രോഡിൻ്റെ ഷേപ്പ് സിലിണ്ട്രിക്കലാണ്. ആർ മെയ്ഡ് ഓഫ് നിക്കൽ, അയൺ ഓർ കോപ്പർ. നിക്കലോ അയണോ കോപ്പറോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോഡുകൾ ഉണ്ടാക്കാറുള്ളത്. ഇലക്ട്രോഡുകളിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് ഇലക്ട്രോഡുകൾ? ഒരു ഗ്ലാസ് ഷെല്ലുണ്ടാവും, ലെഡ് ഇൻ വയേഴ്സ്, ലെഡ് വയറായിട്ട് കൊടുത്തിട്ടുണ്ടാവും, ഗ്ലാസ് ജാക്കറ്റ് സീൽ ഉണ്ടാവും, ഒരു ഗ്ലാസിൻ്റെ ജാക്കറ്റ് സീല് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സെറാമിക് കോളർ, ഹൈ റെസിസ്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, ഹൈ റെസിസ്റ്റിംഗ് മെറ്റീരിയലാണ് സെറാമിക് കോളർ, അതും കൂടി ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇനി വർക്കിംഗ് ഓഫ് നിയോൺ സൈൻ ട്യൂബ്. ഒരു നിയോൺ സൈൻ ട്യൂബിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ ഫിഗർ സർക്യൂട്ട് ഡയഗ്രാമാണ് താഴെ കാണിച്ചിട്ടുള്ളത്. നിയോൺ സൈൻ ട്യൂബ് റിക്വയർസ് എ ഹൈ വോൾട്ടേജ് ടു ഓപ്പറേറ്റ്. നമ്മൾ നിയോൺ
സൈൻ ലാമ്പിലാണെങ്കിൽ ലോ വോൾട്ടേജ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 110 വോൾട്ട് AC ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കേസിൽ ഹൈ വോൾട്ടേജ് ആണ് നിയോൺ സൈൻ ട്യൂബിന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ സാധിക്കുന്നത്? ഇറ്റ്സ് ബൈ യൂസിങ് എ ലീക്കേജ് ഫീൽഡ് ട്രാൻസ്ഫോമർ വിച്ച് സൈമൾട്ടേനിയസ്ലി ലിമിറ്റ്സ് ദ കറണ്ട്. കറണ്ടിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യിക്കുന്ന ലീക്കേജ് ഫീൽഡ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടാണ് നിയോൺ സൈൻ ട്യൂബിന് ഹൈ വോൾട്ടേജിൽ ഓപ്പറേറ്റ് ചെയ്യിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. The color and temperature of the neon tube is depends upon the gas inside. അതിൻ്റെ അകത്തുള്ള ഗ്യാസിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ കളറും അതുപോലെ ടെമ്പറേച്ചറൊക്കെ വരുന്നത്. ക്യാൻ ഗെറ്റ് വേരിയസ് കളേഴ്സ് ബൈ യൂസിങ് ഡിഫറെൻറ്റ് ഫ്ലൂറസൻ മെറ്റീരിയൽ. അതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്ലൂറസൻ മെറ്റീരിയലിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് കളേഴ്സും നമുക്ക് അവൈലബിൾ ആക്കാം. അപ്പോൾ എൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ആദ്യമേ സപ്ലൈക്ക് ആയിട്ടൊരു ഫീസും എടുത്തിട്ടുണ്ട്, ന്യൂട്രൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ദെൻ രണ്ടാമതൊരു സ്വിച്ച് കഴിഞ്ഞിട്ട് ഫ്യൂസ്, കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു ചോക്ക് കോയിലാണ്. ദെൻ ട്രാൻസ്ഫോമർ കൊടുത്തിട്ടുണ്ട്, ലീക്കേജ് ട്രാൻസ്ഫോമറാണ് T എന്ന് പറയുന്നത്. സെൻട്രൽ ടാപ്ഡ് ആയിട്ടുള്ള ലീക്കേജ് ട്രാൻസ്ഫോമർ, അതിൻ്റെ സെക്കൻഡറിനെ സെൻട്രൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും നിയോൺ സൈൻ ട്യൂബുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. When high voltage is applied between the electrodes, ഇനി നമ്മൾ ഇലക്ട്രോഡിന് അക്രോസ് ആയിട്ട് എന്ത് ചെയ്തു? ഹൈ വോൾട്ടേജുകൾ അപ്ലൈ ചെയ്താൽ the positive and the negative electrodes drift towards the cathode and anode respectively. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഇലക്ട്രോണുകൾ, അയോൺസ്, ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡുകൾക്ക് നേരെ മൂവ് ചെയ്യാൻ ശ്രമിക്കും. The movement of the electrons increases with the potential and attain a very high velocity. The movement of the electrons increases with the potential. പൊട്ടൻഷ്യലിനനുസരിച്ച് നമുക്ക് കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ചിട്ട് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും ആൻഡ് അറ്റൈൻ എ വെരി ഹൈ വെലോസിറ്റി അറ്റൈൻ ചെയ്യും. റിസൾട്ട്സ് ഇൻ ദ കൊളീഷൻ വിത്ത് ന്യൂട്രൽ ആറ്റംസ് ആൻഡ് മേ ഡിറ്റാച്ച് ഇലക്ട്രോൺസ് ഫ്രം ദം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂട്രൽ ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്തേക്ക് എന്ത് ഡിറ്റാച്ച് ചെയ്യും? അവിടെ നിന്നും ഇലക്ട്രോണുകൾ ഡിറ്റാച്ച് ചെയ്യും. ദ ഹൈ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ലൈറ്റ്. ഈ ഇലക്ട്രോണുകളുടെ ഹൈ വെലോസിറ്റിയാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നത്. ദ സ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഓഫ് എ നിയോൺ സൈൻ ലാമ്പ് ഈസ് അബൌട്ട് 1.5 ടൈംസ് ഹയർ ദാൻ ദി ഓപ്പറേറ്റ് വോൾട്ടേജ്. സാധാരണ ഓപ്പറേറ്റിംഗ് വോൾട്ടേജിൻ്റെ 1.5 ടൈംസ് കൂടുതലായിരിക്കും ഏത്? ഓപ്പറേറ്റിംഗ് വോൾട്ടേജിൻ്റെ 1.5 ടൈംസ് ആണ് ഏത്? നിയോൺ സൈൻ ലാമ്പിൻ്റെ സ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് കൺട്രോൾഡ് ബൈ ദി RF ചോക്ക് കോയിൽ. അപ്പോൾ RF ചോക്ക് എന്ന് പറയുന്നത് RF ചോക്ക് നമ്മൾ ട്രാൻസ്ഫോമറിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രാൻസ്ഫോമറിൻ്റെ RF ചോക്ക് ഉപയോഗിച്ചിട്ടാണ്, എന്ന് പറയുന്ന RF ചോക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സ്ട്രൈക്കിംഗ് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ സർക്യൂട്ട് ഡിസ്ക്രിപ്ഷൻ, സർക്യൂട്ടിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഓരോ പാർട്സുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു, ലീക്കേജ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ എ ഹൈ വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട്. സെൻട്രൽ ടാപ്പ് ഈസ് എർത്തഡ്. അതിൻ്റെ സെക്കൻഡറിയിലുള്ള സെൻട്രൽ ടാപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? എർത്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സെക്കൻഡറി ഔട്ട്പുട്ട് നമ്മൾ ഏതിനെ ക്രോസ് ആയിട്ട് കണക്ട് ചെയ്തു? നിയോൺ ലാമ്പിനെ ക്രോസ് ആയിട്ട് കണക്ട് ചെയ്തു. ഇനി RF ചോക്ക് ആണെങ്കിൽ എന്തായിരുന്നു? ഈ കണക്റ്റഡ് ഇൻ ദ പ്രൈമറി ഓഫ് ദ ലീക്കേജ് ട്രാൻസ്ഫോമർ ടു ലിമിറ്റ് ദ സർജ് കറണ്ട് ഓഫ് ദ നിയോൺ ലാമ്പ്. നിയോൺ ലാമ്പിലേക്ക് വരുന്ന സർജ് കറണ്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലീക്കേജ് ട്രാൻസ്ഫോമറിന് പ്രൈമറിക്ക് സീരീസ് ആയിട്ട് നമ്മളൊരു RF ചോക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സ്ട്രൈക്കിംഗ് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ കപ്പാസിറ്റർ C, അതിനെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിക്ക് പാരലായിട്ട് നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. അതെന്തിനായിരുന്നു? ടു ഇംപ്രൂവ് ദ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇനി ഒരു ഫയർമാൻ സ്വിച്ച് S2, ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ള രണ്ടാമത്തെ സ്വിച്ച് S2 നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതിന് ഫയർമാൻ സ്വിച്ച് എന്നാണ് പറയുക. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫയർമാനിന് അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് S2 എന്ന് പറയുന്നത് ഫയർമാൻ സ്വിച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മെയിൻ സ്വിച്ചസ് നമ്മൾ യൂസ് ചെയ്യുന്ന റേറ്റിംഗ് ഏതാണ്? 15 ആംപിയർ 250 വോൾട്ടിൻ്റെ ICDP മെയിൻ സ്വിച്ചുകളാണ് സാധാരണഗതിയിൽ ഇതിൽ യൂസ് ചെയ്യാറുള്ളത്. HT കേബിൾസ് ആണെങ്കിൽ സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമറിനെ നിയോൺ സൈൻ ലാമ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി എന്ന് പറയുന്നത് ഹൈ ടെൻഷനാണ്, ഹൈ വോൾട്ടേജ് ഔട്ട്പുട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഹൈ വോൾട്ടേജ് ഔട്ട്പുട്ടിനെ നിയോൺ സൈൻ ലാമ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഏതാണ്? HT കേബിൾസ് ആണ് ഉപയോഗിക്കുന്നത്. ആസ് പെർ ദി ഐ റൂൾ നമ്പർ 71. ഐ റൂൾ നമ്പർ 71 പ്രകാരമാണ് അങ്ങനെ HT കേബിൾസിൽ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിനെ നിയോൺ സൈൻ ലാമ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി കളർ മെക്കാനിസം ഓഫ് ദ നിയോൺ സൈൻ ലാമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്ലൂറസെൻറ്റ് മെറ്റീരിയൽ. അപ്പോൾ ആദ്യമേ നമ്മൾ അതിൽ ഫില്ല് ചെയ്യുന്ന
ഗ്യാസിനനുസരിച്ച് ഗ്യാസ് ഡിസ്ചാർജിനനുസരിച്ച് അതിൻ്റെ കളറിൽ ഡിഫറൻസ് വരും. അത് കൂടാതെ തന്നെ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്ലൂറസെൻറ്റ് മെറ്റീരിയലിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ചിട്ടും അവിടെ വരുന്ന ലൈറ്റിൻ്റെ കളറിൽ ഡിഫറൻസ് വരും. The elements most commonly used in the purpose of producing light by gaseous discharge are neon or mercury. ഇപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഗ്യാസ് ഡിസ്ചാർജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഗ്യാസ് ഡിസ്ചാർജ് വന്നിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലായിട്ട് അവിടെ ഫില്ല് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? ഒന്നുകിൽ നിയോണും അതുപോലെ മെർക്കുറിയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കളർ ഉണ്ടാക്കാറുള്ളത്. ദ നിയോൺ ഡിസ്ചാർജ് ഈൽസ് ഓറഞ്ച് റെഡ് ലൈറ്റ്. നിയോണിൻ്റെ ഡിസ്ചാർജ് ആണെങ്കിൽ അവിടെ ഓറഞ്ച് റെഡ് ലൈറ്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. ഏകദേശം ഒരു റെഡിഷ് ലൈറ്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. അഡ്വർടൈസിങ് സയൻസിലൊക്കെ യൂസ് ചെയ്യാറുള്ള ഓറഞ്ച് റെഡ് ലൈറ്റ് വരുന്നത് നിയോൺ ഡിസ്ചാർജ് ഉണ്ടാകുമ്പോഴാണ്. The pressure of neon in the tubes is usually from the 3 to 20 millimeter of Hg. Millimeter of mercury. Millimeter of Hg എന്ന് പറയുന്നത് മെർക്കുറിയാണ്. സാധാരണഗതിയിൽ നമ്മൾ നിയോണിൻ്റെ പ്രഷർ ട്യൂബിൻ്റെ അകത്ത് നിയോണിൻ്റെ പ്രഷറായിട്ട് എത്രയാണ് വെക്കാറുള്ളത്? 3 to 20 mm of Hg ആണ് ഉപയോഗിക്കാറുള്ളത്. കളർ ഓഫ് ഡിസ്ചാർജ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ദ പ്രഷർ ആയിട്ട് വിച്ച് ദ ഗ്യാസ് വാസ് ഫിൽഡ്. ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുള്ള പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഏകദേശം ആ ഒരു ഓറഞ്ച് റെഡ് ലൈറ്റ് നിയോൺ ഡിസ്ചാർജ് തരണം എന്നുണ്ടെങ്കിൽ അത് എത്ര പ്രഷറിലായിരിക്കും ഫില്ല് ചെയ്തിട്ടുണ്ടാവുക? 3 to 20 mm of Hgയിൽ ഫില്ല് ചെയ്യുമ്പോഴാണ് ആ ഒരു കളർ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ ട്യൂബിൻ്റെ ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ദ ഓപ്പറേറ്റിംഗ് കറൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇനി അൾട്ടിമേറ്റ് കളർ പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് ദ ഫ്ലൂറസെൻറ്റ് പൗഡേഴ്സ് ആർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ദ പൗഡർ. നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലൂറസെൻറ്റ് പൗഡറിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ അനുസരിച്ചിട്ടും അതിൻ്റെ കളറിൽ എന്ത് വരും? മാറ്റം വരും. അപ്പോൾ ബേസിക് പൗഡറുകളും അതിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൗഡർ നമ്മൾ ഉപയോഗിക്കുന്നതും അതിൻ്റെ കളർ കോമ്പോസിഷനും ആണ് ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ നമ്മൾ കാൽസ്യം ടങ്സ്റ്റേറ്റ് ആണ് യൂസ് ചെയ്യണത് എങ്കിൽ അതിൻ്റെ കളർ എന്തായിരിക്കും? ബ്ലൂ കളറായിരിക്കും. മെഗ്നീഷ്യം ടങ്സ്റ്റേറ്റ് ആണെങ്കിലോ ബ്ലൂ വൈറ്റ് ആയിരിക്കും. മെഗ്നീഷ്യത്തിൻ്റെ വൈറ്റും ബ്ലൂവിൻ്റെയും കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾ മെഗ്നീഷ്യം വൈറ്റ് ആയിരിക്കും വരിക. മെഗ്നീഷ്യം ടങ്സ്റ്റേറ്റിന് ബ്ലൂ വൈറ്റ് വരും. ദെൻ കാൽസ്യം സിലിക്കേറ്റ് ആണെങ്കിലോ പിങ്ക് കളറായിരിക്കും. സിങ്ക് സിലിക്കേറ്റിന് ഗ്രീൻ കളർ. സിങ്ക് ബെറിലിയം സിലിക്കേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആക്ടിവേറ്റിംഗ് ഏജൻറ്റിനെയും കൂടെ അനുസരിച്ചിട്ട് എന്തായിരിക്കും? യെല്ലോ വൈറ്റോ അല്ലെങ്കിൽ പിങ്കോ ആയിരിക്കും വരിക. ദെൻ കാഡ്മിയം സിലിക്കേറ്റിനാണെങ്കിൽ യെല്ലോ ഓർ പിങ്ക്. യെല്ലോയും വരും പിങ്കും വരും. കാഡ്മിയം ബോറേറ്റ് ആണെങ്കിൽ പിങ്ക് കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെയാണ് നോർമലായിട്ട് യൂസ് ചെയ്യാറുള്ള ഫ്ലൂറസെൻറ്റ് പൗഡേഴ്സ്. ഇത് നിയോൺ ലൈറ്റിംഗ് റെഗുലേഷൻസ്. നിയോൺ ലൈറ്റിംഗ് ചെയ്യുന്ന സമയത്തേക്ക് നോർമലായിട്ട് പാലിക്കേണ്ട കുറച്ച് റെഗുലേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സിൻസ് ദ മാക്സിമം വോൾട്ടേജ് 5000 വോൾട്ട് ടു എർത്ത്, മാക്സിമം വോൾട്ടേജ് 5000 വോൾട്ട് വരെ, എർത്തുമായിട്ടുള്ള മാക്സിമം വോൾട്ടേജ് 5000 എർത്ത് വരെ വരുന്നതുകൊണ്ട് a 10 kilovolt display unit could be used provided its supply transformer is central tapped to earth. അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? 5000 വോൾട്ട് ടു എർത്ത് 5000 വോൾട്ട് വരെ വരുന്നതുകൊണ്ട് ഒരു 10 കിലോ വാട്ടിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് സപ്ലൈ ട്രാൻസ്ഫോമർ സെൻട്രൽ ടാപ്ഡ് ടു എർത്ത്. സെൻട്രൽ ടാപ്പ് ചെയ്ത എർത്തിലേക്ക് സെൻട്രൽ ടാപ്പ് ചെയ്തൊരു സപ്ലൈ ട്രാൻസ്ഫോമറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. HV ട്രാൻസ്ഫോമേഴ്സ് ആണെങ്കിൽ വെർ ദ ഇൻപുട്ട് എക്സീഡ്സ് 500 വാട്ട്സ്. ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് 500 വാട്ട്സിലും കൂടുതൽ വരുന്നതുകൊണ്ട് an automatic disconnection of the supply is to be provided in the event of a short circuit or earth leakage of current which exceeds 20% of the normal steady current. അപ്പോൾ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ ഏകദേശം ഒരു 500 വാട്ട്സ് വരെ വരുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ടും അവിടെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടുകളോ അതുപോലെ എർത്ത് ലീക്കേജ് കറണ്ടോ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു സ്റ്റഡി കറണ്ടിൻ്റെ 20% മേലേക്ക് അത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ 20% ഓഫ് നോർമൽ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ടിൻ്റെ 20%ലും കൂടുതൽ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നോർമലായിട്ടും HV ട്രാൻസ്ഫോമറിന് സപ്ലൈയിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഇൻസ്റ്റലേഷൻ ഓൾ എക്യുപ്മെൻറ്റ്സ് ടു ബി ഹൗസ്ഡ് ഇൻ എൻ എർത്ത് മെറ്റൽ ഓർ സബ്സ്റ്റാൻഷ്യൽ കണ്ടെയ്നർ സൂട്ടബിൾ ഫോർ ഹൈ വോൾട്ടേജ്. ഹൈ വോൾട്ടേജിൽ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ എക്യുപ്മെൻറ്റുകളും ഹൈ വോൾട്ടേജിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എർത്ത് മെറ്റലിലോ എർത്ത് ചെയ്ത മെറ്റലിലോ അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ കണ്ടെയ്നറിലോ ആയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഫോർ കണക്ഷൻ ടു ഹൈ വോൾട്ടേജ് ലാമ്പ്,
ഇനി ഹൈ വോൾട്ടേജ് കേബിളുകളുടെ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ദ ഇൻസുലേഷൻ വിച്ച് ഈസ് എക്സ്പോസ്ഡ് ബൈ റിമൂവിങ് ദ മെറ്റൽ ഷീത്ത് ഓർ ബ്രേഡ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദി എഫക്ട്സ് ഓഫ് ദ സൺസ് ഓർ അൾട്രാ വയലറ്റ് റേസ്. നമ്മൾ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഹൈ വോൾട്ടേജ് കേബിളാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നിന്ന് നിയോൺ സൈൻ ലാമ്പിലേക്ക് ഉപയോഗിക്കുന്നത്, നിയോൺ സൈൻ ട്യൂബിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന HT കേബിൾസിൻ്റെ ഏതെങ്കിലും ഭാഗം ഇപ്പം നമ്മൾ മെറ്റൽ ഷീറ്റുകൾ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഇൻസുലേഷൻ പോയിട്ട് അത് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മെറ്റൽ ഷീറ്റുകൾ ഇൻസുലേഷൻ റിമൂവ് ചെയ്ത് നമ്മൾ കണക്ഷൻ കൊടുക്കാനൊക്കെ വേണ്ടി ഇൻസുലേഷൻ റിമൂവ് ചെയ്യുമ്പോൾ മെറ്റൽ ഷീറ്റ് കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആവും. അപ്പോൾ അങ്ങനെ എക്സ്പോസ്ഡ് ആവുന്ന സമയത്തേക്ക് സണ്ണിൻ്റെ അൾട്രാ വയലറ്റ് റേസിൽ നിന്നും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അതിനെന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഹൈ വോൾട്ടേജ് ഡിസ്ചാർജ് ലാംപ്സ് ടു ബി സപ്ലൈഡ് വയ ഡബിൾ ബൗണ്ട് ട്രാൻസ്ഫോമർ. അപ്പോൾ ഡബിൾ ബൗണ്ട് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് വേണം ഹൈ വോൾട്ടേജ് ഡിസ്ചാർജ് ലാമ്പുകൾ നമ്മളെപ്പോഴും സപ്ലൈ ചെയ്യാനായിട്ട്. Auto transformers may be used on 2-wire circuits which do not exceed 1.5 kV. ഓട്ടോ ട്രാൻസ്ഫോമറുകളെയും ഉപയോഗിക്കാറുണ്ട്. യൂസ്ഡ് ഓൺ ദ 2-wire സർക്യൂട്ടുകളിൽ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കാറുണ്ട് വിച്ച് ഡു നോട്ട് എക്സീഡ് 1.5 kV. 1.5 kV കൂടാത്ത കേസിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. One pole to be connected to the earth and control switch to be of the double pole type. അതിൻ്റെ ഒരു പോൾ എപ്പോഴും എന്ത് ചെയ്യണം, എർത്തിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ അതുപോലെ കൺട്രോൾ സ്വിച്ച് എപ്പോഴും ഡബിൾ പോൾ ടൈപ്പ് ആയിട്ടുള്ള കൺട്രോൾ സ്വിച്ചുകളാണ് ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത്. ഇനി ഫയർമാൻ സ്വിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു. S2 ആയിരുന്നു നമ്മുടെ സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത്. S2 എന്ന് പറയുന്നത് ഫയർമാൻ സ്വിച്ച് ആയിരുന്നു. ഫയർമാൻ സ്വിച്ച് എപ്പോഴും ഒരു നോട്ട് മോർ ദൻ 2.75 മീറ്റർ ഫ്രം ദി ഗ്രൗണ്ടിൽ നിന്ന് 2.5 മീറ്റർ മേലേക്ക് പോവാത്ത രീതിയിൽ 2.75 മീറ്റർ മാക്സിമം പോയാൽ അതിൻ്റെ ഹൈറ്റ് 2.75. അതിലും കൂടുതൽ ഹൈറ്റിൽ ഒരിക്കലും എന്ത് വരാൻ പാടില്ല, ഫയർമാൻ സ്വിച്ച് വരാൻ പാടില്ല. അതുപോലെ ഫയർമാൻ സ്വിച്ച് വെക്കുന്നത് പറയുമ്പോൾ ഫയർ അതോറിറ്റീസിന് വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ പറയുന്ന രീതിക്ക് അനുസരിച്ചിട്ട് അത് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന്, ആക്സസ് ചെയ്യാനുള്ള എളുപ്പത്തിലുള്ള രീതിയിലായിരിക്കണം എപ്പോഴും അത് ഉപയോഗിക്കേണ്ടത്. ഡിസ്ചാർജ് ലാമ്പുകളുടെ അടുത്തായിട്ട് നമ്മൾ എക്സ്റ്റീരിയർ ഇൻസ്റ്റാളേഷനിൽ ഡിസ്ചാർജ് ലാമ്പുകളുടെ അടുത്തായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇത് എക്സ്റ്റീരിയർ ഇൻസ്റ്റാളേഷൻ്റെ കേസിൽ പുറത്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണതെങ്കിൽ ഡിസ്ചാർജ് ലാമ്പുകളുടെ അടുത്തായിട്ടാണ് ഫയർമാൻ സ്വിച്ച് ഉപയോഗിക്കേണ്ടത്. ഇനി ഇൻറ്റീരിയർ ഇൻസ്റ്റാളേഷൻ്റെ കേസിലാണെങ്കിലോ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ, ബിൽഡിങ്ങിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ആയിട്ടാണ് സാധാരണഗതിയിൽ ഫയർമാൻ സ്വിച്ചുകൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്.